ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ചെയ്യുന്നത് നല്ല അടിപൊളി നെക്ലസ് ആണ്. അതിലുള്ള മെറ്റീരിയൽസ് സ്റ്റോൺ ബീഡ്സ്, ഗിയർ വയർ, ജംബ് റിങ്സ്, ഗിയർ ലോക്ക്, ബാക്ക് ചെയിൻ, ദെൻ കട്ടർ ആൻഡ് പ്ലെയർ. അപ്പോൾ നമുക്കിനി എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റിന് ഗിയർ വയർ എടുക്കുക, അതിലോട്ട് ഒരു ഗിയർ ലോക്ക് കോർക്കാം. 2 ഗിയർ ലോക്കാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതിൽ ഒരെണ്ണം ഫസ്റ്റ് കോർത്തു, അതിനുശേഷം ഒരു ജംബ് റിങ് കോർക്കുക. ഇവിടെ 2 ജംബ് റിങ്ങുമാണ് നമുക്ക് ആവശ്യം ഈ മാല ഉണ്ടാക്കാൻ. അപ്പോൾ ജംബ് റിങ് കോർത്ത ശേഷം വീണ്ടും ആ വയർ എടുത്ത് ഗിയർ ലോക്കിൻ്റെ ഉള്ളിലൂടെ തിരിച്ച് വലിച്ചെടുത്ത് നന്നായി ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്ത ശേഷം നമ്മുടെ പ്ലെയർ യൂസ് ചെയ്തിട്ട് അതൊന്ന് പ്രസ് ചെയ്ത് വെക്കാം. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ ലോക്കായി, പിന്നെ അത് അവിടെ നനങ്ങില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ജംബ് റിങ് കോർത്ത് കഴിഞ്ഞാൽ നമുക്കിനി ബീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. അതായത് സ്റ്റോൺ ബീഡ്സ് കോർത്ത് തുടങ്ങാം. സ്റ്റോൺ ബീഡ്സ് മാത്രമാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അതായത് ഈ ബീഡ്സിൻ്റെ മുകളിൽ മുഴുവൻ കുഞ്ഞു കുഞ്ഞു സ്റ്റോൺസ് ഒട്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിന് സ്റ്റോൺ ബീഡ്സ് എന്ന് പറയുന്നത്. നല്ല തിളക്കമുള്ള നല്ല ഭംഗിയുള്ള സ്റ്റോൺ ബീഡ്സ് ആണ്. ഈ സ്റ്റോൺ ബീഡ്സ് മാത്രം കോർത്തിട്ട് സിമ്പിളായിട്ടുള്ള ഒരു ചെറിയ നെക്ലസ്സാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ നല്ല ഭംഗിയാണ്, ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ. ഇത് മുത്തുകൾ ജസ്റ്റ് ഒന്ന് കോർക്കുക, അത്രയേ ഉള്ളൂ. പക്ഷെ നല്ല ഭംഗിയാണ്, നല്ല ഫിനിഷിങ് ഉണ്ട് ചെയ്ത് കഴിയുമ്പോൾ. നമ്മളിതെല്ലാം കോർത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ആദ്യം കോർത്ത് ജംബ് റിങ് കോർത്ത പോലെ തന്നെ നമുക്ക് ലാസ്റ്റും ജംബ് റിങ് കോർക്കാം. അതിനുവേണ്ടി ഗിയർ വയറിലോട്ട് ഗിയർ ലോക്ക് കോർക്കാം, വീണ്ടും ജംബ് റിങ് കോർക്കാം. ഈ വയർ തിരിച്ചെടുത്ത് പതുക്കെ ഈ ഗിയർ ലോക്കിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ പ്ലെയർ യൂസ് ചെയ്തിട്ട് ലോക്ക് ചെയ്യാം. പിന്നെ സ്റ്റോൺ ബീഡ്സിന് ഒരു മീഡിയം സൈസിനൊക്കെ ആണെങ്കിൽ അത് ഈ സൈസ് മുത്തിനൊക്കെ 4 രൂപയൊക്കെ വില വരുന്നുണ്ട്. ഹോൾസെയിലാണെങ്കിൽ നമുക്ക് അതിനേക്കാൾ കുറവ് കിട്ടും. നമ്മൾ ഓരോ പീസായിട്ട് എണ്ണി വാങ്ങിക്കുകയാണെങ്കിൽ 4 രൂപ മുതൽ 5 രൂപ വരെ വില വരും. അപ്പോൾ നമ്മൾ ഇതിൽ സ്റ്റോൺ ബീഡ്സ് മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളൂ, വേറെ ബീഡ്സ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ നല്ല ഭംഗിയാണ് ഇത് കാണാൻ, സിമ്പിളാണ് എങ്കിൽ നല്ല ക്യൂട്ടായിരിക്കും കാണാൻ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ജംബ് റിങ്ങും കോർത്ത് കഴിഞ്ഞു. ഇനി പ്ലെയർ യൂസ് ചെയ്തിട്ട് ഗിയർ ലോക്കിൻ്റെ മുകളിലൊന്ന് പ്രസ് ചെയ്യാം. പ്രസ് ചെയ്ത് വെച്ചിട്ട് ലോക്ക് ചെയ്യാം. അത് നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ഗിയർ ലോക്ക് എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, പ്രസ് ചെയ്തിട്ട് നമ്മൾ കോർക്കുക. അപ്പം അതിനുശേഷം ഈ വയറ് 1-2 മുത്തിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുത്ത ശേഷം നന്നായി വലിച്ചിട്ട് എക്സ്ട്രാ വരുന്ന വയർ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഫസ്റ്റ് തന്നെ കട്ട് ചെയ്യേണ്ട. അപ്പം മുത്തിൻ്റെ ഉള്ളിലൂടെ കോർത്ത് കഴിയുമ്പോൾ ഒരു ഫിനിഷിങ് ഉണ്ടാവും, നമ്മൾ കട്ട് ചെയ്തത് കാണില്ല. ഓക്കെ, നന്നായി വലിച്ച് ടൈറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്ത് കളയും. ഫസ്റ്റ് ഇതേപോലെ തന്നെയാണ് കോർത്തപ്പോൾ ഈ എക്സ്ട്രാ വരുന്ന വയറിൻ്റെ മുത്തിൻ്റെ ഉള്ളിലോട്ട് കോർത്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് രണ്ടവിടെയും അവസാനിപ്പിക്കുന്ന അവിടെ കാണില്ല. അതായത് നല്ല ഫിനിഷിംഗ് ആയിരിക്കും, അതിൻ്റെ അറ്റം കട്ട് ചെയ്തതൊന്നും വെളിയിലോട്ട് കാണില്ല. ഇനി നമുക്ക് ബാക്ക് ചെയിൻ കോർക്കാം. ബാക്ക് ചെയിൻ ഇവിടെ ഗോൾഡൻ കളർ ചെയിൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സാധാരണ ത്രെഡിൻ്റെ ബാക്ക് ചെയിൻ ഉണ്ട്, യെല്ലോ കളറെല്ലാം കിട്ടും, ഗോൾഡൻ കളർ, അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് കോർത്ത 2 ജംബ് റിങ്ങും പതുക്കെ അകത്തിയിട്ട് അതിലോട്ട് നമ്മൾ ബാക്ക് ചെയിൻ കോർത്ത ശേഷം പ്ലെയർ യൂസ് ചെയ്തിട്ട് ഈ ജംബ് റിങ് ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ മാല ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നല്ല ഭംഗിയുള്ള സൂപ്പർ അടിപൊളി മാലയാണ്. ചെറിയ നെക്ലസ് ആണ്, വേറെ ഒന്നുമില്ല, വെറും സ്റ്റോൺ ബീഡ്സ് മാത്രം യൂസ് ചെയ്തിട്ട് കോർത്തെടുത്ത ഒരു നെക്ലസ് ആണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസ് എല്ലാം എഴുതി അറിയിക്കുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടിപൊളി ഡിസൈനായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.